ഹലോ ഫ്രണ്ട്സ്, മലബാർ ടെക് ആൻഡ് ലൈഫിൻ്റെ അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു 2008 മോഡൽ സ്വിഫ്റ്റിൻ്റെ ഓയിൽ കൂളർ റീപ്ലേസ്മെൻറ്റാണ്. ഓയിൽ കൂളർ അഴിച്ചെടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇൻ്റർ കൂളർ അഴിച്ചു മാറ്റണം. ഇതിനു മുന്നേ ബമ്പർ അഴിക്കണം, അത് പറയാൻ വിട്ടുപോയി. ബമ്പർ മുന്നേ അഴിച്ചു മാറ്റിയതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ കൂളറിൽ നിന്ന് വെള്ളം ലീക്കാണ് കംപ്ലൈൻറ്റ്. ഈ വെള്ളം ഇതിൽ ലീക്കായിട്ട് കാണാം. ഫസ്റ്റ് ആ ഓസ് അഴിക്കുന്നതിന് ആ ക്ലിപ്പ് അഴിച്ചെടുക്കുക. ശേഷം ഓസ് പുറത്തേക്ക് എടുക്കുക. ഓയിൽ കൂളറിൽ നിന്നും ടർബോയിലേക്കുള്ള ഓയിൽ പൈപ്പിൻ്റെ കണക്ഷൻ അഴിച്ചു മാറ്റുക. അത് 2 വാഷർ കാണും, അത് വീഴാൻ ശ്രദ്ധിക്കണം. ഓയിൽ കൂളറിലേക്കുള്ള കൂളൻ്റ് പൈപ്പിൻ്റെ കണക്ഷനും അഴിച്ചെടുക്കുക. ഫ്ലവർ ബോൾട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലാണ്. കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് അഴിച്ചെടുക്കുക. ശേഷം ഓയിൽ കൂളറിന് 4 ബോൾട്ട് കാണും. ലെങ്ത്തുള്ള 4 ബോൾട്ടാണുള്ളത്. അതും ഫ്ലവർ ബോൾട്ടാണ്. ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഓയിൽ കൂളർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് റേഡിയേറ്ററിൻ്റെ ബ്രാക്കറ്റ് ചിലപ്പോൾ അഴിക്കേണ്ടി വരും. ഇവിടെ സ്ഥലം കുറച്ച് കുറവാണ്. നമുക്ക് പറ്റാൻ നോക്കാം. ഇല്ലെങ്കിൽ റേഡിയേറ്റർ ബ്രാക്കറ്റ് അഴിക്കേണ്ടി വരും. പണിവാളി റേഡിയേറ്റർ ബ്രാക്കറ്റ് അയക്കേണ്ടി വന്ന്
കാണുന്നതാണ് ഓയിൽ കൂളർ. ഇതിന് മുന്നേ ആരോ എന്തോ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ട് MC-യിലും മറാളുടെയിലൊക്കെ ഇട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല പൊട്ടിയിട്ടുണ്ട്. അത് കൂടിയാണ് വെള്ളം ലീക്കാണ്. ഇതൊക്കെ ഓയിലൊക്കെ കട്ടിയൊക്കെ ആണ് ഇതിനകത്ത് ഉള്ളത്. ഇതാണ് പുതിയ ഓയിൽ കൂളർ. ഓയിൽ കൂളറിന് 4800 രൂപ വില വരുന്നുണ്ട്. മാരുതി സുസുക്കി ജെന്യൂൻ സ്പെയറാണിത്. ഓൾഡിനാണ് വില കൂടുതൽ. ന്യൂ മോഡൽ വരുന്നത് 2770 2770. നമുക്ക് ഫസ്റ്റ് വന്നത് വെച്ചാൽ ന്യൂ മോഡൽ സ്വിഫ്റ്റിൻ്റെ സാധനമാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. നമ്മൾ ഫിറ്റാക്കുന്ന വണ്ടി 2008 മോഡൽ സ്വിഫ്റ്റ് ഡീസലാണ്. ഓൾഡ് മോഡലാണ്. ഓയിൽ കൂളർ ഫിറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നല്ല ഓറിങ് കറക്റ്റ് സീറ്റിംഗ് ആവും, ഇല്ലെങ്കിൽ ലീക്ക് വരും. ഇനി നമുക്ക് പുതിയ ഓയിൽ കൂളർ ഫിറ്റ് ചെയ്യാം. ആ റബ്ബർ പാക്കിങ് കറക്റ്റ് സീറ്റിംഗ് ആക്കി ഫിറ്റ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ അയച്ച പോലെ തന്നെ ഫ്ലവർ ബോൾട്ട് 4 ലെങ്ത്ത് ഫ്ലവർ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബോൾട്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് സ്ലിപ്പാവാൻ ശ്രദ്ധിക്കണം. ഓയിൽ കൂളറിലേക്കുള്ള കൂളൻ്റ് പൈപ്പിൻ്റെ പാക്കിംഗ് ഒന്നും കിട്ടിയില്ല. ബോണ്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റാക്കുക. ചെയ്ത് കിറ്റിലെ പാക്കിങ് കിട്ടും. എൻ്റെ കൂളറിൻ്റെ പൈപ്പ് മാറ്റാത്തത് കൊണ്ട് ബോണ്ടൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക. എന്നാലേ കറക്റ്റ് സീറ്റിംഗ് ആവും. ഇനി കൂളറിൻ്റെ ഓസ് ഫിറ്റ് ചെയ്യുക. ഓയിൽ കൂളർ അധികം മാറൽ ആക്സിഡൻറ്റ് വണ്ടികൾക്ക് മാത്രമേ അധികം മാറാറുള്ളൂ. അല്ലാത്ത വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വരുത്ത് കുറവാണ് ഈ ഓയിൽ കൂളറിൽ. ഇനി ഓയിൽ കൂളറിന്ന് ടർബോയിലേക്കുള്ള പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്യുക. വാഷർ 2 ഭാഗത്തായിട്ട് കറക്റ്റ് വെക്കണം. ഓയിൽ കൂളറിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ റേഡിയേറ്ററിൽ നിന്ന് വരുന്ന ഒരു മീഡിയം തണുപ്പുള്ള കൂളൻ്റ് ഇതിലേ കൂടെ പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ ഓയിലിനെ കുറച്ചൊന്ന് തണുപ്പിക്കും. അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ. ഇതിലാണ് ഓയിൽ ഫിൽറ്ററൊക്കെ വരുന്നത്. ഓയിൽ ഫിൽറ്ററൊക്കെ ഈ പുതിയ ഓയിൽ കൂളറിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ അയച്ചു നോക്കി ഓയിൽ ഫിൽറ്റർ ഉണ്ടോ എന്നൊക്കെ. ഓയിൽ ഫിൽറ്ററൊക്കെ പുതിയതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇനി ഇൻ്റർകൂളർ ഫിറ്റ് ചെയ്യുക. ജസ്റ്റ് ബോണ്ടൊക്കെ ഇടേണ്ടി വരും. കാരണം ഹോസൊക്കെ ലൂസൊക്കെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ബോണ്ട് ഇട്ടിട്ടാണ് ഇൻ്റർകൂളറിൻ്റെ EGR-ലേക്കുള്ള ടർബോയിലേക്കുള്ള ഹോസ് ഫിറ്റ് ചെയ്യുന്നത്.
ഇൻ്റർകൂളർ ഇരിക്കുന്നത് വെച്ചാൽ ഒരു 10-ൻ്റെ ബോൾട്ടിലും അടിഭാഗത്ത് 2 ലെഗ് ഉണ്ട്. ആ ലെഗിലാണ് ഇൻ്റർകൂളർ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. 2 ലിറ്റർ കൂളൻ്റാണ് ഒഴിക്കുന്നത്. ഇനി ബമ്പർ ഫിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ലീക്കൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഐക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കുക. ഇച്ചിരി ഓയിൽ എവിടെയൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ കുറച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുക.